നമസ്കാരം. ഇറാനിൽ അമേരിക്കയുടെ മിന്നലാക്രമണം. യുഎസിന് മുന്നറിയിപ്പുമായി ഇറാൻ. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അറബ് രാഷ്ട്രങ്ങളും യുഎന്നും. സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാനെ ആക്രമിച്ച അമേരിക്ക ലക്ഷ്യമിട്ടത് 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ. ബോംബിട്ടത് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ. US ഉപയോഗിച്ചത് B-2 സ്റ്റീൽത്ത് ബോംബർ വിമാനം. ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ. 3 ആണവോർജ കേന്ദ്രങ്ങളും നേരത്തെ ഒഴിപ്പിച്ചതെന്ന അവകാശവാദം. അമേരിക്കയെ അഭിനന്ദിച്ച് ഇസ്രായേൽ. ധീരമായ ഇടപെടലെന്ന് ബെന്യാമിൻ നെതന്യാഹു. അപലപിച്ച് UN. ആശങ്കയോടെ ലോകരാഷ്ട്രങ്ങൾ. Was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. സമാധാന ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇല്ലെങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും മുന്നറിയിപ്പ്. 40 വർഷമായി ഇറാൻ അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ട്രംപ്. ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ. തിരിച്ചടി തുടങ്ങി. പഹൽഗാം ഭീകരാക്രമണത്തിൽ 2 പേർ കൂടി പിടിയിൽ. ഭീകരർക്ക് നേരിട്ട് സഹായം നൽകിയവരെന്ന് NIA. ലഷ്കർ ഭീകരർ എന്നറിഞ്ഞിട്ടും പഹൽഗാമിൽ താമസ സൗകര്യം നൽകി. ഭാരതാംബ വിവാദത്തിലെ ഗവർണർ സർക്കാർ നിലപാടിൽ അയവില്ല. കുട്ടിക്കാലം മുതലുള്ള RSS ആഭിമുഖ്യവും നിലപാടും വ്യക്തമാക്കി BJP മുഖപത്രത്തിൽ ഗവർണർ. രാജ്ഭവനെതിരെ വിമർശനം കടുപ്പിച്ച് മന്ത്രി V ശിവൻകുട്ടി. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാജ്ഭവനിലെ 2 RSSകാർക്ക് പങ്കെന്ന് മന്ത്രി. തൃശൂരിലെ NSSന്റെ യോഗാദിന പരിപാടിയിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി പ്രതിഷേധം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച് UDF. ജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നതിൽ ആകാംക്ഷ. NDA ക്യാമ്പും പ്രതീക്ഷയിൽ. വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസ്. ലീഡ്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുന്നു. 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 209 റൺസ് എന്ന നിലയിൽ. ഓലി പോപ്പിന് സെഞ്ചുറി. ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 471 റൺസിന് പുറത്ത്. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. ഒടുവിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയുടെ പ്രത്യക്ഷ ഇടപെടൽ. ഇറാനിലെ തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അമേരിക്കയുടെ B-2 സ്റ്റീൽത്ത് ബോംബർ വിമാനങ്ങൾ. ആക്രമണത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്നുകിൽ സമാധാനമല്ലെങ്കിൽ ഇറാൻ കഴിഞ്ഞ 9 ദിവസങ്ങൾക്കുള്ളിൽ നേരിട്ട ഏറ്റവും മോശം തിരിച്ചടികൾ നേരിടാൻ തയ്യാറായിരിക്കാനാണ് ഇറാന് നൽകിയ അന്ത്യശാസനം. ലോകം കൂടുതൽ സമാധാനമുള്ള ഇടമായി മാറിയെന്ന് പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക കാണിച്ച ദൃഢനിശ്ചയത്തിൽ നന്ദി അറിയിച്ചു. ഫോർദോ ആണവ നിലയത്തിൽ ശത്രു ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ നാശനഷ്ടത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ചില യുദ്ധങ്ങൾ സംഭാഷണങ്ങളിലൂടെയല്ല ശക്തി പ്രയോഗിച്ചാണ് ജയിക്കേണ്ടതെന്ന പരാമർശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ഇറാനുമായി ചർച്ചയ്ക്കുള്ള ആഹ്വാനങ്ങളെ തള്ളിക്കൊണ്ടാണ്. സമാധാനകാംക്ഷി എന്ന പ്രതിച്ഛായയുടെ വൈറ്റ് ഹൌസിൽ 2ാം തവണ എത്തിയ ട്രംപ് സ്വതസിദ്ധമായ പ്രവചിക്കാനാകാത്ത തന്റെ നിലപാട് മാറ്റങ്ങളിലൂടെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുക്കുമോ എന്നതിൽ ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നും ചിലപ്പോൾ ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിടത്തു നിന്നാണ് പെട്ടെന്നുള്ള സർജിക്കൽ സ്ട്രൈക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. തന്റെ സമൂഹമാധ്യമ പേജായ ട്രൂത്തിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇറാന്റെ തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങൾ ആക്രമിച്ചതായ വിവരം പുറത്തുവിടുന്നത്. എല്ലാ വിമാനങ്ങളും ആക്രമണം നടത്തി ഇറാന്റെ വ്യോമമേഖലയിൽ നിന്ന് മടങ്ങിയെന്നും ട്രംപ് കുറിച്ചു. അമേരിക്കയ്ക്കല്ലാതെ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്തരത്തിൽ ഒരു ദൗത്യം നടത്താനാകില്ലെന്നും ഇനി സമാധാനത്തിനുള്ള സമയമെന്നും പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.
അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെടണമെന്ന സമ്മർദ്ദം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ശക്തമാക്കിയിരുന്നു. കാരണം ഭൂമിക്കടിയിൽ സുസ്ഥിരമായി സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കണമെങ്കിൽ അമേരിക്കയുടെ ശക്തമായ B-2 ബോംബറുകൾക്ക് മാത്രമേ സാധിക്കൂ. ആക്രമണത്തിന് ശേഷം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ട്രംപ് തന്റെ നിലപാടുകൾ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ നടപടികളെല്ലാം അവസാനിപ്പിച്ച് വരുതിക്കുള്ളിലെത്തണമെന്ന ഭീഷണിയാണ് മുഴക്കിയത്. ഇപ്പോഴത്തെ ആക്രമണം കൊണ്ട് പഠിച്ചില്ല എങ്കിൽ ആ രാജ്യം ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും മോശമായ ആക്രമണത്തിന് വിധേയമാകുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. 40 വർഷമായി ഇറാൻ അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ്. ഇറാൻ മുൻ സൈനിക കമാൻഡർ ഖസീം സൊലൈമാനി ആയിരങ്ങളെയാണ് പോയ വർഷങ്ങളിൽ കൊന്നൊടുക്കിയത്. ഇനിയും ഇത് അനുവദിക്കാനാകില്ലെന്ന് താൻ നേരത്തെ തീരുമാനിച്ചതാണ് എന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഭീഷണി തുടച്ചുമാറ്റുന്നതിൽ ഇസ്രയേലുമായി ഒരു ടീമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് അഭിനന്ദിച്ചു. എന്തായാലും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നുവെങ്കിലും ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഇത് തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. ഫോർദോ ആണവ നിലയം ആക്രമിക്കപ്പെട്ടു എന്നത് ശരിയാണ്. എന്നാൽ അതിന്റെ പുറത്തേക്കും അകത്തേക്കുമുള്ള 2 പ്രവേശന കവാടങ്ങൾക്ക് മാത്രമാണ് സാരമായ കേടുണ്ടായത്. ബാക്കിയെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൊങ്ങച്ചമാണ്. അമേരിക്കയുടെ ആക്രമണത്തെ പ്രാകൃതമെന്ന് വിശേഷിപ്പിച്ച ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിസ്സംഗതയെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അതിനിടെ ഇറാൻ ഇസ്രായേലിലേക്ക് കനത്ത മിസൈൽ ആക്രമണം തുടരുകയാണ്. തലസ്ഥാനമായ ടെൽ അവീവിലും ഹൈഫയിലും ജെറുസലേമിലും ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും സൈന്യം വെളിപ്പെടുത്തി. സ്ഫോടനങ്ങൾക്കു പിന്നാലെ പ്രമുഖ നഗരങ്ങളിൽ അപായ സൈറൻ മുഴക്കി. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഏറ്റവും പുതിയ സ്ഫോടനങ്ങളിൽ 16 പേർക്ക് സാരമായി പരിക്കേറ്റതായി വിവരങ്ങൾ പുറത്തുവന്നു. സമാധാന ചർച്ചകളിലേക്കും ആണവ നിർവ്യാപന കരാറിലേക്കും ഇറാനെ കൊണ്ടെത്തിക്കാനുള്ള സജീവ ശ്രമങ്ങൾ UN-ഉം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളും സജീവമായി നടത്തുന്നതിനിടയിലാണ് അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നടപടി. ആക്രമണത്തെ അപലപിച്ച UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വളരാൻ സാഹചര്യം ഒരുക്കരുതെന്ന് അമേരിക്കയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ സമ്മിശ്ര നിലപാടാണ് ഇറാനെതിരെ യുദ്ധ നടപടിയിൽ ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. റിപ്പബ്ലിക്കുകൾക്കുള്ളിൽ തന്നെ 2 നിലപാടാണ് അമേരിക്കയുടെ സൈനിക ഇടപെടലിന്. നിർണായക തീരുമാനമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ മിച്ച് മക്കോണൽ പ്രതികരിച്ചപ്പോൾ മുൻപുണ്ടായ പോലെ അമേരിക്കയുടെ വിഭവശോഷണത്തിനും സൈനിക ബലനഷ്ടത്തിനും മാത്രം ഉപകരിക്കുന്ന വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങളിലേക്ക് അമേരിക്ക നീങ്ങിയേക്കാമെന്ന ആശങ്കയാണ് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ മാർക്ക് വാർണർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള മാറ്റമെന്നും അഭിപ്രായമുണ്ട്. ട്രംപിന്റെ അപ്രതീക്ഷിത നടപടി യുദ്ധ സാഹചര്യം നാടകീയമായി വർദ്ധിപ്പിച്ചുവെന്നാണ് ഡെമോക്രാറ്റുകൾ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ നടത്തിയ സൈനിക നീക്കത്തെ അപലപിച്ച ഡെമോക്രാറ്റ്സ് യുദ്ധാനന്തര ഫലമായി വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ട്രംപ് ഉത്തരവാദിയായിരിക്കുമെന്നും പ്രതികരിച്ചു. അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങൾക്കുള്ള നേരിട്ടുള്ള തിരിച്ചടിയെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചത്. ആക്രമണത്തെ അപലപിച്ച ഗുട്ടറസ് മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനും UN ചാർട്ടറും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാനും സംഘർഷത്തിലേർപ്പെട്ട രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കയുണ്ടാക്കുന്നതെന്നും ആണവ നിലയങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മേഖലയിലെ ജനങ്ങളെ സാരമായി ബാധിക്കുമെന്നും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും പ്രസ്താവന ഇറക്കി. ക്യൂബയും വെനിസ്വേലയും അമേരിക്കൻ നടപടിയെ ശക്തമായി വിമർശിച്ചപ്പോൾ എത്രയും വേഗം നയതന്ത്രതല ചർച്ചകളിലേക്ക് ഇറാനും ഇസ്രയേലും അമേരിക്കയും കടക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും അറബ് രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടു. അമേരിക്കൻ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഇറാൻ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോയാൽ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾ ആക്രമിക്കപ്പെടാമെന്നും തുറന്ന യുദ്ധത്തിലേക്ക് തങ്ങളും വലിച്ചിഴക്കപ്പെടാമെന്നും അറബ് രാഷ്ട്രങ്ങൾ ആശങ്കപ്പെടുന്നു. അതിനേക്കാളുമുപരി ഇറാന്റെ ആണവ റിയാക്ടറുകൾ ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ തകർക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആണവ വികിരണം മേഖലയിലെ ജനജീവിതം ഇല്ലാതാക്കുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേലിനെ സഹകരിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കുമെന്നും പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വന്നാലും ആണവ സമ്പുഷ്ടീകരണം നിർത്തില്ല എന്ന നിലപാടും കടുപ്പിക്കുകയാണ് ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പഹൽഗാം ഭീകരാക്രമണത്തിൽ 2 പേരെ NIA അറസ്റ്റ് ചെയ്തു. ഭീകരരെ സഹായിച്ച 2 പഹൽഗാം സ്വദേശികളാണ് അറസ്റ്റിലായത്. ബഡ്കോട്ട് സ്വദേശി പർവായസ് അഹമ്മദ് ജോത്തർ, പഹൽഗാം സ്വദേശി ബഷീർ അഹമ്മദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാക് പൗരന്മാരായ 3 ലഷ്കർ-ഇ തൊയ്ബ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇവർ മൊഴി നൽകിയത്. ഭക്ഷണം, താമസ സൗകര്യം തുടങ്ങിയ സഹായങ്ങളാണ് ഇവർ ഭീകരർക്ക് നൽകിയതെന്ന് പിടിയിലായവർ മൊഴി നൽകിയതായും NIA അറിയിച്ചു. ഭാരതാംബ വിവാദത്തിലെ ഗവർണർ സർക്കാർ നിലപാടിൽ അയവില്ല.
ജയിലിൽ കിടന്നപ്പോൾ ഭാരതാംബ സങ്കല്പം ശക്തമായതും കുട്ടിക്കാലം മുതലുള്ള RSS ആഭിമുഖ്യവും ചൂണ്ടിക്കാട്ടി BJP മുഖപത്രത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. അതേസമയം രാജ്ഭവനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് മന്ത്രി V. ശിവൻകുട്ടി. ABVPയെ തനിക്കെതിരെ തിരിക്കുന്നത് രാജ്ഭവനാണെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി രംഗത്ത് വന്നു. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോരിൽ സർക്കാരും ഗവർണറും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭാരതാംബ ചിത്രം ഉയർത്തിക്കാട്ടി BJP പ്രവർത്തകർ സർക്കാരിനെതിരെ തുടരുന്ന പ്രതിഷേധം അവസാനിക്കുന്നില്ല. രാജ്ഭവന്റെ നിലപാടിനെതിരെ മന്ത്രിമാരും CPM CPI നേതൃത്വവും ആഞ്ഞടിക്കുമ്പോഴും പക്ഷേ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഗവർണർ തയ്യാറാകുന്നില്ല. എന്താണ് ഭാരതാംബ സങ്കല്പമെന്നതും RSSനോടുള്ള തന്റെ ആഭിമുഖ്യവും തുറന്നുകാട്ടുകയാണ് ഗവർണർ. BJP മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാട് ഗവർണർ വ്യക്തമായി പറയുന്നു. അടിയന്തരാവസ്ഥാ കാലത്താണ് ഭാരതാംബ എന്ന സങ്കല്പം ശക്തമായത്. കുട്ടിക്കാലം മുതൽ RSSനോടുള്ള ആശയപരമായ ആഭിമുഖ്യവും ചൂണ്ടിക്കാട്ടി തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഗവർണർ അടിവരയിട്ട് പറയുന്നു. അതേസമയം തനിക്കെതിരെ ABVPയുടെ പ്രതിഷേധം തുടരുമ്പോൾ കടുത്ത വിമർശനം ആവർത്തിക്കുകയാണ് മന്ത്രി V. ശിവൻകുട്ടി. രാജ്ഭവനിലെ ചിലരാണ് ABVPയെ തനിക്കെതിരെ തിരിക്കുന്നതെന്നും ഗവർണർക്ക് ഉപദേശം നൽകുന്നതെന്നും മന്ത്രി ആരോപിച്ചു. രാജ്ഭവനിൽ 2 കടുത്ത RSS അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 പേരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 2 പേരും ഗവർണർ ഉപദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരാണ്, ഗവർണർക്ക് അറിയില്ലല്ലോ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനേക്ക് യേശുന്നില്ല. അതേസമയം ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിലും ഭാരതാംബ വിവാദം. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെക്കാൻ ശ്രമിച്ചതാണ് എതിർപ്പിന് ഇടയാക്കിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണുന്നത്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. നാളെ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഇതിനായി 4 ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായി എണ്ണി തീർക്കും. ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ്. തുടർന്ന് മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം എന്നിവിടങ്ങളിലെ വോട്ടുകൾ എണ്ണും. എല്ലാ റൗണ്ടുകളിലും വോട്ടെണ്ണി കഴിഞ്ഞതിനു ശേഷം നറുക്കെട്ടെടുത്ത 5 പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAറ്റുകൾ ഇലക്ഷൻ കമ്മീഷന്റെ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തും. വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. 25 മൈക്രോ ഒബ്സർവർമാർ, 24 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 30 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, 7 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ 86 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനവും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചെടുപ്പും ഏറുകയാണ്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. മലയോര മേഖലയിൽ ഉൾപ്പെടെയാണ് NDAക്ക് പ്രതീക്ഷ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തനിക്കുള്ള പിന്തുണ കൊണ്ടാണെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ വാദം. 75,000 വോട്ടുകളിൽ അൻവറും ഉറച്ചു നിൽക്കുകയാണ്. 2016-ൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടമാണ് UDFന്റേത്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് LDFന്റെ ലക്ഷ്യം. മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തിയെന്നതിനുള്ള ഉത്തരമാണ് നിലമ്പൂരിൽ NDAക്ക് കിട്ടുന്ന വോട്ടുകളെന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പോഴും ഇവിടെ ആശങ്കയായി മാറുന്നത് അൻവറിന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ എവിടേക്ക് മറിയുമെന്നാണ്. LDFനും UDFനും അക്കാര്യത്തിലാണ് നെഞ്ചിടിപ്പേറുന്നത്. അമൃത ന്യൂസ്, നിലമ്പൂർ.
നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നാളെ ഫലം വരാനിരിക്കെ പ്രതികരണവുമായി LDF സ്ഥാനാർത്ഥി M സ്വരാജ്. തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി ഒരു ഉദ്വേഗവുമില്ലെന്നും ഇനി ഫലം വന്നിട്ട് പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. അത് ഇന്നലെ പറഞ്ഞല്ലോ, പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലല്ലേ പ്രതികരിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമെല്ലാം പ്രതികരിച്ചു കഴിഞ്ഞതാണ്. അവസാന കാര്യങ്ങളെ പറയാനുള്ളൂ. അവസാനത്തെ ഒരു പ്രതീക്ഷ എന്താണ്? അത് പറഞ്ഞിരിക്കുന്നു, അത് ശരിയാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഉദ്യോഗമില്ല, ഒരു ഉദ്യോഗമില്ല. നിലമ്പൂരിൽ വിജയം ആർക്ക്? കാത്തിരിപ്പിലാണ് കേരള ജനത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചിക്കുകയാണ് ഗോപാലകൃഷ്ണൻ മാഷ്. മാഷിന്റെ കണക്കുകൂട്ടലിൽ 90% കഴിഞ്ഞ 13 തെരഞ്ഞെടുപ്പുകളിൽ ശരിയായിട്ടുമുണ്ട്. അൻവർ ഇഫക്റ്റിൽ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF LDF മുന്നണികൾ അഭിമാന പോരാട്ടം നടത്തിയ ശേഷം ഫലം കാത്തിരിക്കുകയാണ്. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് 13 തവണ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം 85% വോട്ടുകൾ സഹിതം പ്രവചിച്ച N ഗോപാലകൃഷ്ണൻ മാഷ് ഇത്തവണയും പ്രവചനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അദ്ദേഹത്തിന് 75,000 മുതൽ 77,000 വരെ വോട്ടും, CPM സ്ഥാനാർത്ഥി സ്വരാജിന് 65,000 മുതൽ 67,000 വരെ വോട്ടും ലഭിക്കും. BJP സ്ഥാനാർത്ഥിക്ക് 6,000 മുതൽ 7,500 വരെ വോട്ട് കിട്ടും. ഷൗക്കത്തിൻ്റെ ലീഡ് 8,000 മുതൽ 12,000 വരെ ആയിരിക്കും. കഴിഞ്ഞ 50 വർഷമായി നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെയും കണക്കുകൂട്ടലുകളുടെയും ബലത്തിലാണ് പ്രവചനം. ഇടതു വലതു മുന്നണികളുടെ വിജയം ഏറെക്കുറെ കൃത്യമായി പ്രവചിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാകുമെന്നും ആണ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിന് 20 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു, 20 കിട്ടി. പറഞ്ഞ സീറ്റുകൾ തന്നെ, ഒരു മാറ്റവും വരാത്ത. 2006 അച്യുതാനന്ദൻ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പം LDFന് 97 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തു, 98 വന്നു. അത് സീറ്റ് പോലും 140, 119 സ്ഥലത്തെ പറഞ്ഞു തന്നെ വന്നു. പിന്നെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വരത്തില്ല. പ്രവചനം കൃത്യമായതിനാൽ തന്നെ പാർട്ടി അനുഭാവികളിൽ നിന്നും ഭീഷണിയും അഭിനന്ദനവും എത്താറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കണക്കുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണൻ സാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90% അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. നിലമ്പൂരിലും സാറിൻ്റെ പ്രവചനം ശരിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. താർ സംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ തുടരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മത്സര സാഹചര്യമില്ലെങ്കിൽ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരും. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളെ തന്നെ ഭാരവാഹികളാക്കാൻ നീക്കമുണ്ട്. ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖും ട്രഷററായ ഉണ്ണി മുകുന്ദനും അടക്കമുള്ളവർ രാജിവെച്ച സ്ഥാനങ്ങളിലേക്കാണ് പുതിയ ഭാരവാഹികളെ കണ്ടെത്തേണ്ടത്. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ജഗതി പങ്കെടുക്കുന്നു. 2012 മാർച്ച് 10 വാഹനാപകടത്തിൽപ്പെട്ടതിനു ശേഷം ജഗതി പിന്നീട് ആദ്യമായാണ് ഇന്ന് അമ്മായോഗത്തിൽ പങ്കെടുക്കുന്നത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരളയുടെ റിലീസ് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ജാനകി എന്നത് സീതയുടെ മറ്റൊരു പേരായതിനാലാണ് കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ സിനിമയുടെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. സിനിമാ പേര് മാത്രമല്ല, കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്ന കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ജെന്യുവനായിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സംവിധാനം, കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ഒന്നിപ്പിച്ച ശേഷം മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിലെ ഏറ്റവും വിഖ്യാതരായ വില്ലന്മാരുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എത്ര വിചിത്രമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്? ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്? വിവരങ്ങൾ. അശ്വതി, അതുതന്നെയാണ്. വളരെ വിചിത്രമായൊരു നിർദ്ദേശവുമായാണ് സെൻസർ ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് പൊതുസമൂഹം ഒപ്പം തന്നെ സിനിമാ പ്രവർത്തകരും ഒരേപോലെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ആണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിനാണ് അനുമതി ഈ പേരിന്റെ പേരിൽ നിഷേധിച്ചിരിക്കുന്നത്. സംവിധായകനുമായി സംസാരിച്ചു. കേന്ദ്ര ഈ കഥാപാത്രത്തിന്റെ ഉൾപ്പെടെ പേരുകൾ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പത്മകുമാർ എന്നൊരു സംവിധായകൻ ഒരുക്കുന്ന
ചിത്രത്തിനും സമാനമായ പ്രശ്നമുണ്ടായതായി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിലെ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നായിരുന്നു. അദ്ദേഹം പിന്നീട് ജാനകിയെ ജയന്തി എന്ന് മാറ്റിയ ശേഷമാണ് ഈ പ്രദർശനാനുമതി നൽകിയത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്റെ സ്വന്തം പേരിൽ പോലും ചിത്രമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം രാജ്യത്തുണ്ടാകും. മാത്രമല്ല പല പഴയ ചിത്രങ്ങളുടെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദു ആണെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന്റെ പേരായിരിക്കും സ്വാഭാവികമായും അവരുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കുമായി ഇട്ടിട്ടുണ്ടാവുക. ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഇത്തരത്തിലുള്ള പേരുകൾ ഒന്നും ഉപയോഗിക്കാനാവാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെയെങ്കിൽ സെൻസർ ബോർഡ് തന്നെ ഒരു കൂട്ടം പേരുകൾ തരട്ടെ എന്നും തങ്ങൾ അതിനനുസരിച്ച് സിനിമകൾ എടുക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോടതികളിലേക്ക് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഒരു കാരണം കാണിക്കൽ നോട്ടീസുമായി ഒരു വിശദീകരണം കിട്ടേണ്ടതുണ്ട്. ഇതിനുശേഷം ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ഓഫീസ് അവധി ആയത് കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ അറിവായിട്ടില്ല. സുരേഷ് ഗോപി ഇടപെട്ടിട്ട് പോലും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ലെന്നാണ് കരുതുന്നതെന്നും ഇത് ഉദ്യോഗസ്ഥരുടെ ചില നിർബന്ധ ബുദ്ധിയാണ്, ആരെയോ പ്രീണിപ്പിക്കാനുള്ള നിർബന്ധ ബുദ്ധിയായിട്ടാണ് കരുതുന്നതെന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് തുടരുകയാണെങ്കിൽ ഇത് പേര് മാറ്റുന്ന പ്രശ്നം ഇപ്പോൾ ആലോചിക്കുന്നതുമില്ല. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകരുടെ സംഘടനകളുടെ തീരുമാനം. ശ്രുതി. ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവജന വിഭാഗമായ ആയുധിന്റെ നേതൃത്വത്തിൽ ശബരിമല വനത്തിൽ സീഡ് ബോളുകൾ നിക്ഷേപിച്ചു. ആയുധിന്റെ പ്രകൃതി സംരക്ഷണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PR ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ജൈവവളങ്ങൾ ചേർത്ത് കുഴച്ച മണ്ണിൽ പൊതിഞ്ഞ് ബോളുകളാക്കിയെടുക്കുന്നതാണ് സീഡ് ബോളുകൾ. ഇവ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ശേഷം മണ്ണിൽ എറിയുകയും മഴയിൽ മൺബോളുകൾ കുതിർന്ന് വിത്തുകൾ മുളയ്ക്കുകയും ചെയ്യും. ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവജന വിഭാഗമായ ആയുധിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 10,000-ഓളം സീഡ് ബോളുകളാണ് എരുമേലി പ്ലാപ്പള്ളി ഭാഗത്ത് ശബരിമല വനത്തിൽ നിക്ഷേപിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PR ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ രംഗത്ത് മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന വൃശ്ചികം 1 വൃക്ഷം 1 വിത്തൂട്ട് തുടങ്ങിയ പദ്ധതികൾ ഏറ്റവും പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുനാമി ബാധിത പ്രദേശങ്ങളിൽ 10 ലക്ഷം കാറ്റാടി വൃക്ഷത്തൈകൾ മഠത്തിന്റെ സഹകരണത്തോടെ വനംവകുപ്പ് നട്ടുപിടിപ്പിച്ചതായി അദ്ദേഹം അനുസ്മരിച്ചു. സുനാമിയുടെ കാലഘട്ടത്തിൽ 2004 ഡിസംബർ 26 അതിനുശേഷം നമ്മുടെ മനസ്സിൽ ഉദിച്ചു വന്ന അന്ന് രക്ഷപ്പെട്ട ആൾക്കാരെല്ലാം മരത്തിൽ പിടിച്ചായിരുന്നു. തീവാളിനോടൊപ്പം തന്നെ കാറ്റാടി തൈകൾ വെച്ചു. അന്ന് 1 2 അല്ല 10 ലക്ഷം കാറ്റാടി തൈകൾ അമൃതാനന്ദമയി മഠത്തിന്റെ സഹായത്തോടെ കേരള വനം വകുപ്പ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുരുത്തി മാതാ അമൃതാനന്ദമയി മഠം അധ്യക്ഷ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം ദർശിച്ച് പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നതാണ് ഭാരത സംസ്കാരമെന്നും ഇതിൽ നിന്നും നാം പിന്നോട്ട് പോയതാണ് ഇന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും സ്വാമിനി ഓർമ്മിപ്പിച്ചു. വനത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ എല്ലാവരും കൂട്ടായി യത്നിക്കണമെന്നും സ്വാമിനി കൂട്ടിച്ചേർത്തു. വനമെന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു, ശുദ്ധമായ വായു ലഭിക്കുന്നത്. ഭാവി തലമുറക്കും ഇത് ആവശ്യമാണ്. നമുക്കറിയാം, പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ 100 ഇരട്ടി ആവേശമാണ്. പക്ഷെ പ്രകൃതിയിലേക്ക് കൊടുക്കാനുള്ള ആവേശം നമുക്കുണ്ടാകണം. 50ഓളം വരുന്ന ആയുധ പ്രവർത്തകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിക്കുന്ന പരിപാടിയിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, കോട്ടയം. ഈ മണിക്കൂറിൽ പുറത്തുവന്ന ഒരു വാർത്തയിലേക്കാണ്. ആശാസമരം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച സർക്കാർ. ഈ മാസം 30-ന് യോഗം ചേരും. യൂണിയനുകളെ കേൾക്കാനാണ് യോഗം വിളിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ദേവിക ചേരുന്നു. ദേവിക, ആശാസമരം തുടങ്ങിയിട്ട് 5 മാസത്തോളം ആകുന്നു എന്നുള്ളതാണ്. ഇതുവരെ സർക്കാരിന് ആശമാരെ കേൾക്കാൻ സമയമുണ്ടായിരുന്നില്ല, അതിനൊരു പരിഹാരമുണ്ടായില്ല. ഇപ്പോൾ യൂണിയനുകളെ കേൾക്കാൻ യോഗം വിളിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? അശ്വതി, മുൻപ് നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സമഗ്രമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ ഈ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സമഗ്രമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയാണ് യൂണിയനുകളെ കേൾക്കുന്നതിനായി 30-ാം തീയതി യോഗം വിളിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു യോഗത്തിൽ ഓണറേറിയം വർധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. എന്തായാലും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെയും കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷനെയും ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നീ സംഘടനകളെയാണ് ഇത്തരത്തിൽ 30-ാം തീയതി യോഗം വിളിച്ചിട്ടുള്ളത്. ഓരോ യൂണിയനുകളുമായിട്ടും പ്രത്യേകം ചർച്ച നടത്തും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അശ്വതി. ശരി ദേവിക. കായിക വാർത്തകൾ. ഇന്ത്യക്കെതിരായ 1-ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുന്നു. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 471 റൺസ് പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് 2-ാം ദിനം
കളി നിർത്തുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ടിനു വേണ്ടി ഒലി പോപ്പ് സെഞ്ചുറി തികച്ചു. 131 പന്തിൽ 100 റൺസോടെ ഒലി പോപ്പും റൺസൊന്നും എടുക്കാതെ ഹാരി ബ്രൂക്കുമാണ് ക്രീസിൽ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 471 റൺസിന് ഓൾ ഔട്ടായി. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.